കോട്ടയം വടവാതൂരിൽ ഭാര്യയുടെ കാമുകൻ എന്ന സംശയത്തിൽ ബന്ധുവിനെ കൊലപ്പെടുത്തി വണ്ടിപ്പെരിയാർ സ്വദേശിയായ അജീഷാണ് ആക്രമണം നടത്തിയത്. ചെങ്ങളം സ്വദേശിയായ രഞ്ജിത്താണ് കൊല്ലപ്പെട്ടത്. ഷിനോജ് എസ് ടി നൽകും വിവരങ്ങൾ. ഷിനോജ്, അത്യന്തം ദാരുണമായ സംഭവത്തിന്റെ വിവരങ്ങൾ എന്താണ്? പ്രതീക്ഷ, ഇന്നലെ വൈകിട്ട് ഒരു 7:45 കൂടിയാണ് ഈ ആക്രമണം നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വടവാതൂർ കുരിശുകവലയ്ക്ക് സമീപത്തായിട്ട് ബസ്സിൽ വന്ന് ഇറങ്ങിയതായിരുന്നു ഈ ഇപ്പം മരണപ്പെട്ടിരിക്കുന്ന രഞ്ജിത്തും അതുപോലെ തന്നെ സുഹൃത്തായ റിജോയും. ഇവർ രണ്ടുപേരും ഈ ബസ്സിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങി ബസ്സിൽ നിന്ന് ഇറങ്ങി താമസ സ്ഥലത്തേക്ക് നടന്നു പോവുകയായിരുന്നു. ഇവിടെ കൂടെ ഈ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഇവിടെ ഇരുന്ന വണ്ടിപ്പെരിയാർ സ്വദേശിയായിട്ടുള്ള ഇവിടെ അജേഷ് വാക്കത്തി ഉപയോഗിച്ച് ഈ രണ്ടുപേരെയും ആക്രമിക്കുകയായിരുന്നു. ആദ്യം വെട്ടേറ്റത് റിജോയ്ക്കായിരുന്നു. അതിനുശേഷമാണ് ഈ രഞ്ജിത്തിനെതിരെ ആക്രമണം ഉണ്ടായത്. വെട്ടേറ്റ റിജോ അപ്പോൾ തന്നെ ഈ സമീപമുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഓടിക്കയറി. അതിനുശേഷം അവിടെയുള്ള ആശുപത്രി അധികൃതർ പറഞ്ഞു ഇത്തരത്തിൽ മറ്റൊരാൾക്ക് കൂടി വെട്ടേറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് ഇവിടെ എത്തുമ്പോഴേക്കും രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന രഞ്ജിത്തിനെയാണ് കണ്ടത്. ആ സമയത്ത് തന്നെ നാട്ടുകാരൊക്കെ ഓടിക്കൂടിയ സമയത്ത് തന്നെ ഈ പ്രതിയായിട്ടുള്ള വ്യക്തി ഇവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിക്ക് അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ചെറിയ സംശയങ്ങൾ, പ്രത്യേകിച്ച് ഈ പ്രതിയായിട്ടുള്ള അജേഷിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളൊക്കെ ഈ പ്രതിക്ക് ഉണ്ടായിരുന്നു. അതാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൽ നമുക്ക് ലഭ്യമാകുന്ന പ്രാഥമികമായ നിഗമനം. എന്തായാലും ഈ സമയത്ത് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടെ നമുക്ക് ചേരുകയാണ്. ചേട്ടാ, ഈ സമയത്ത് ഉണ്ടായിരുന്നാണല്ലേ? ഈ സമയത്ത് ഞാൻ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വന്നായിരുന്നു. JK ഹോസ്പിറ്റലിൽ ഒരു ആക്സിഡൻറ്റ് കേസുമായിട്ട് വന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. അപ്പോൾ ആദ്യം വെട്ടുകൊണ്ട ഒരാൾ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് ഓടിക്കയറുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ പുള്ളി ബ്ലഡിൽ കുളിച്ചാണ് അങ്ങ് ഹോസ്പിറ്റലിലോട്ട് കയറിയത്. കണ്ടമാനം ബ്ലഡ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നേരമാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെ ഇവിടെ വെട്ടിയിട്ടിട്ടുണ്ട്, വെട്ടി കിട്ടിയിട്ട് ഇവിടെ കിടപ്പുണ്ട് എന്ന് പറയുന്നതും. ആ സാഹചര്യത്തിൽ തന്നെ ഞങ്ങൾ അന്നേരം ഓടി വന്ന് ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് അദ്ദേഹം ഇവിടെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അന്നേരം തന്നെ ഞങ്ങൾ അടിയന്തരമായിട്ട് ഈ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ബ്ലഡിൽ കുളിച്ചാണ്. ആ സമയത്ത് മരിച്ചിട്ടില്ലായിരുന്നു, അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. അന്നേരമാണ് എടുത്ത് JK ഹോസ്പിറ്റലിൽ കയറ്റി കൊണ്ടുവന്നേക്കുന്നത്. എന്തായാലും ഈ പ്രതി ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. മണർക്കാട് പോലീസ് ഈ പ്രതിക്കായിട്ടുള്ള ഷിനോജാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം വടവാതൂരിലാണ് ഭാര്യയുടെ കാമുകൻ എന്ന സംശയത്തിൽ ബന്ധുവിനെ കൊലപ്പെടുത്തിയത്.